ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ദ കൊയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശത്താൽ പുണ്യപുളകിതമായ കുറുവലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം തീർത്ഥാടന ദേവാലയത്തിലെ ഗായക സംഘത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുക. ഞാൻ ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ, ഈ ദേവാലയത്തിലെ ഒരു ശുശ്രൂഷകനാണ്. എന്നോടൊപ്പം കൂടെയുള്ളത് ഫാദർ എമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ അച്ഛനാണ്. അച്ഛനും ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ KG പീറ്ററുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗാനോത്സവത്തിൽ നമുക്ക് അടുത്ത ഗാനവും നമ്മുടെ പ്രിയപ്പെട്ട മനോജൻ എഴുതിയ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാഥ നിന്റെ ആലയത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ്. അതിൻ്റെ പിറവിയെക്കുറിച്ച്, ആ ഗാനം എങ്ങനെ പിറവിയെടുത്തു എന്ന് മനോജൻ തന്നെ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും പറയുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അറക്കുളത്ത് വെച്ച് തന്നെയാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. മൊത്തം ഞാൻ 5 പാട്ടുകൾ അറക്കുളത്ത് നിന്ന് എഴുതിയിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത്. അതിലെ ഒരു പാട്ടാണ് നാഥ നിന്റെ ആലയത്തിൽ വന്നു ഞാൻ എന്നുള്ളൊരു പ്രാർത്ഥനാ ഗാനം. അത് സത്യത്തിൽ ഞാൻ ഒത്തിരി വികാരത്തോടുകൂടി എഴുതിയ ഒരു പാട്ടാണ്. അതിൻ്റെ വികാരം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് ബഹുമാനപ്പെട്ട നമ്മുടെ പീറ്റർജി അത് സംവിധാനം ചെയ്ത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗായക സംഘം പാടിയിരിക്കുന്നത്. കാരണം അത് ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അതും അറക്കുളം പള്ളിയും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണ്. അവിടെ ഇരുന്ന് ഞാൻ മാതാവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, മാതാവിനോട് പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന ഒരു ഇൻസൈറ്റാണത്. എന്ന് നമ്മൾ അവിടെ ദേവാലയത്തിലിരിക്കുമ്പോൾ മാതാവ് നമ്മളോട് ഈശോയെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. അതാണല്ലോ നമ്മുടെ ആ കോറസ്, ഇതാണ് മകൻ്റെ ത്യാഗം. മാതാവ് പറയുകയാണ്, ഈശോയെ പറ്റി പറയുന്നു, നിനക്കുള്ള പാത ഇതാണ്. അങ്ങനെ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ എഴുതിയതാണ്. എനിക്ക് തോന്നുന്നു വരികൾ ഞാൻ ചിലരെയൊക്കെ കാണിച്ചപ്പോൾ ഒത്തിരി ആളുകൾ പറഞ്ഞതാണ്, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു വരികളാണെന്ന് പറഞ്ഞതുണ്ട്. അതുപോലെ നമ്മുടെ അവിടെ റെക്കോർഡിംഗ് സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛനും ഈ വരികൾ കേട്ടിട്ട് ഇതാരെഴുതിയതാണെന്ന് ചോദിച്ചിട്ട് അച്ഛനും പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അച്ഛനും പറഞ്ഞു ഇതെന്തോ ഹൃദയത്തിൽ തട്ടി എഴുതിയ ഒരു പാട്ടാണെന്ന് അച്ഛനും പറയുകയുണ്ടായി. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എഴുതിയതാണ്. അതിനും ജീവൻ നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട പീറ്റർജി തന്നെയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അച്ഛൻ എൻ്റെ കയ്യിൽ 4-5 പാട്ടുകളാണ് തന്നത്. ആദ്യമേ എടുത്തത് ഓ ദിവികാരണം എന്നുള്ള പാട്ട്. അത് കഴിഞ്ഞ് ഒരു പാട്ട് എടുക്കണമല്ലോ, അത് ഞാനിങ്ങനെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ങനാശ്ശേരി വെച്ചായി എൻ്റെ പാട്ട് എനിക്ക് ഒരു ട്യൂൺ മനസ്സിലേക്ക് കടന്നു വന്നത്. വേറെ ദേശത്ത് പോയി നിന്നപ്പോഴാണ് ഈ ട്യൂൺ ഉണ്ടായത്. അങ്ങനെ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ ആരാധനയ്ക്കേറ്റമൊക്കെ നമ്മൾ ചെയ്ത സിറ്റുവേഷനൊക്കെ വേറെ, അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിലാണ് ഈ പാട്ട്. ഞാൻ ഒരു വലിയ മഴയുടെ ഒരു സമയത്ത് ചുമ്മാ അവിടെ അരമനപ്പടിയിൽ ബുക്ക് ഹൗസിൽ നിൽക്കുമ്പോഴാണ് ഈ പാട്ട് അച്ഛന് നാളെ ഇത് പാടി കേൾപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ അത് ചെയ്തു തുടങ്ങണമല്ലോ, സ്പീഡായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എന്ത് ട്യൂൺ കിട്ടുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടുത്തെ ചങ്ങനാശ്ശേരി ബുക്ക് ഹൗസിൽ വെച്ച് എനിക്ക് ഈ പാട്ടിൻ്റെ ട്യൂൺ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഒരു പക്ഷേ അതിന് തൊട്ട് മുമ്പ് മാതാവിൻ്റെ ഒരു ഫോട്ടോയിൽ ഇരിക്കുക, അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നു. മാതാവ് ഒരു ട്യൂൺ എനിക്ക് അവിടെ വെച്ച് തന്നെ തന്നു. അതാണ് അതിനകത്ത് ഏറ്റവും ആദ്യം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടി ഒരു ട്യൂൺ. ഈ വരികൾക്ക് എങ്ങനെ ട്യൂൺ കൊടുക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇതാണ് മകനെ സ്നേഹം, ഇതാണ് മകനെ ത്യാഗം, ഇതാണ് ഈ വഴിയാണ് നിന്നാശ്രയം, ഈ വഴിയാണ് നിന്നാശ്രയം, ഇതാണു നിന്റെ പാത, ഇതാണു നിന്റെ പാത. എനിക്കൊന്ന് ഈ പോർഷൻ, ആ കോറസ് പോർഷനാണ് ഇതാണ് ഹൈലൈറ്റ്. തീർച്ചയായിട്ടും ഹൈലൈറ്റ് ഉണ്ടാവും. എനിക്ക് സത്യത്തിൽ പാടാൻ പേടിയാണ്, ചിലപ്പോൾ വരികൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ പാട്ട് ജനകോടികൾ ഏറ്റുപാടും. പണ്ട് ഇതുപോലെ ഒരു പാട്ട് ബേബി ജോണിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. അത്
ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ അകത്തെ കോറസൊക്കെ പോലെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇതാണ് മകനെ, ഇതാണ് മകനെ സ്നേഹം, ഇതാണ് മകനെ ത്യാഗം, ഇതാണ് ഈ വഴിയാണു നിന്നാശ്രയം, ഇതാണു നിന്റെ പാത. അത് ഭയങ്കരമായിരിക്കുന്നു. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ആ ഗാനത്തിലേക്ക് പോകാം, തീർച്ചയായിട്ടും.
മനോജൻ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനാ ഗാനം നമ്മൾ കേട്ടു. വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കൊയറംഗങ്ങൾ അത് പാടുകയും ചെയ്യും അല്ലേ? വളരെ നമുക്കിനി വളരെ എല്ലാവരും ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ള ഏതൊരു ക്രൈസ്തവ വിശ്വാസിയും മലയാളികളായ ഏതൊരു ക്രൈസ്തവ വിശ്വാസിയും കേട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്, വാവ യേശുനാഥൻ. ആ പാട്ട് കേൾക്കാത്ത പള്ളി പോകുന്ന ആരും ആ പാട്ട് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യ കുർബാന സമയത്തൊക്കെ എൻ്റെ ആദ്യ കുർബാനയ്ക്കും ആ പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുക. എല്ലാ ആദ്യ കുർബാനയ്ക്കും ഈ ഒരു പാട്ട് എപ്പോഴും തന്നെ ഉള്ളത്. വർഷങ്ങളായിട്ടുള്ള ഒരു പരമ്പരാഗതമായൊരു ട്രഡീഷണൽ സോങ് ആണ്. അപ്പോൾ ആ സോങ്ങിനെയും നമ്മുടെ കൊയറംഗങ്ങൾ പീറ്റർ ജിയുടെ നേതൃത്വത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലേ? അതിൽ പല ട്യൂണിൽ പലരും ആ പാട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് വേറൊരു പുതിയ ട്യൂണ് പീറ്റർ ജി ചെയ്തിരിക്കുകയാണ്. അതിന് ട്യൂണും അതിൻ്റെ ഓർക്കസ്ട്രയും മാറ്റി ചെയ്തിരിക്കുക. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടകരമാകുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുക. പാടത്തക്ക രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പീറ്റർ ഒന്ന് വാവായേശുനാഥൻ എന്നുള്ള പാട്ട് ലോകമെമ്പാടും ഏറ്റുപാടിയൊരു പാട്ടാണ്. കാരണം പരിശുദ്ധ കുർബാന സ്വീകരണ വേളയിൽ എപ്പോഴും ആലപിക്കുന്ന ഒരു ഗാനമാണ്. അതുപോലെ തന്നെ ആരാധനക്രമത്തിലുള്ള ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാട്ടാണ്. അതിന് സത്യത്തിൽ അതിനൊരു ട്യൂൺ മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി. പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണോ അതെയോ? അല്ല, അതിന് അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് മനോജൻ പറഞ്ഞു. മനോജൻ്റെ ഒരു പ്രോത്സാഹനമാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അച്ഛൻ പറഞ്ഞ് നമുക്കത് ട്യൂൺ മാറ്റിയൊക്കെ ചെയ്യാം, എല്ലാവരും സാധാരണ പാടുന്നത് കേട്ട് ഒരു വ്യത്യസ്തമായത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞ പോലെ ഒത്തിരി പ്രാർത്ഥനയുണ്ട് അതിൻ്റെ പുറകിൽ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആ പാട്ട് ചെയ്ത് വാവയേശുനാഥ നോട്ട് താഴേക്കാവും വാവ സ്നേഹനാഥ. അപ്പോൾ ഈ പാട്ട് എല്ലാവരും പാടണ്ടേ? ഇതെല്ലാവർക്കും പാടാനുള്ള രീതിയിലാണ് അത് അന്ന് തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ട്യൂൺ വരുമ്പോൾ അതും പാടണം എന്നുള്ളൊരു അത് ഭയങ്കര ടഫായിട്ടുള്ള സംഗതികളൊക്കെ ആണല്ലോ എന്ന് പറയരുത്. അതിനുവേണ്ടിയാണ് വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആ ഒരു ഒഴുക്ക്. എന്നാൽ എനിക്ക് മാതാവ് തന്നൊരു പാട്ടാണ് അത്, അത്രേ എനിക്കറിയാം. ഏറ്റവും സുന്ദരമായിട്ട് നമ്മുടെ മരിയൻ കോയറിലെ പിള്ളേർ അത് പാടിയെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് പാടി. അത് സ്റ്റുഡിയോയിൽ അതിൻ്റെ ഒരു ഹാർമണി കൂടെ ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചേർത്തിട്ടില്ല എങ്കിൽ പോലും കുറച്ച് ഹാർമണി കൂടെ ചേർത്ത് വന്നപ്പോൾ
ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടായി. അവരെല്ലാവരും നന്നായിട്ട് പാടി. അതിന്റെ ഓർക്കസ്ട്രയായി നല്ല ഓർക്കസ്ട്ര നന്നായിട്ട് നെൽസൺ ചെയ്തതിൽ നല്ലൊരു ഫീലുണ്ട് ആ പാട്ടിൻ്റെ. പാട്ടുമായിട്ട് തന്നെ ഞങ്ങളവിടെ പാടിക്കോട്ടെ എന്ന് വരും ചോദിച്ചു. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് അവരുടെ ബാൻഡിൽ ആ പാട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനോജനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അത്രയും ഇഷ്ടപ്പെട്ടു പോയി അവർക്ക്, കേൾക്കുന്നവർക്ക്. അതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ്. അത് പീറ്റർ ജി പറഞ്ഞാൽ അതങ്ങ് ഒഴുകി. അതെ ഒഴുകിയില്ല. ഇതിനോട് ചേർന്ന് തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ പാട്ടുകാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, പീറ്റർ ജിയെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ മനുഷ്യൻ്റെ പ്രതിഭയെ സമ്മതിച്ചു കൊടുക്കണമെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഞാനൊന്ന് പ്രത്യേകം ഒന്ന് എടുത്തു പറയുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഓരോന്നിങ്ങനെ വരികയാണ്, ഓരോ പാർട്സ്. അടുത്ത ഇതാണെന്ന് പറഞ്ഞ പാർട്സൊക്കെ വരുന്ന നമ്മുടെ ആ പീറ്റർ ജിയുടെ ആ ഒരു പ്രതിഭയെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പാട്ടുകളാണ്. തീർച്ചയായിട്ടും ഒത്തിരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പീറ്റർ ജിയെ ഞങ്ങളൊന്ന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പാട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ട് നമ്മൾ റീവർക്ക് ചെയ്ത് പാടുമ്പോൾ അജ്ഞാതരായ അതിൻ്റെ രചയിതാവിനെയും അതിൻ്റെ സംഗീതം കൊടുത്ത ആളെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. എപ്പോഴും ദൈവകരുണയ്ക്ക് അവരെ ആരാണ് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം അത്ര നല്ലൊരു അവരെ ഓർത്തിട്ടാണ് പാടുന്നത്. നല്ലൊരു ഗാനം ഈ ക്രിസ്തീയ സംഗീത ശാഖയ്ക്ക് നൽകിയതിന് കാരണമായിരുന്നു ഈ രചയിതാവും സംഗീതം. അവരൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കലാഭവനിലെ അബേലച്ചൻ തന്നെ പരിശുദ്ധാത്മാവേ ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാ രാജ്യവും. അതെ, എല്ലാ വീടുകളിലും സന്ധ്യപ്രാർത്ഥനയ്ക്ക് ആ പാട്ടുകളാണ് പാടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് ഈ പാട്ടും ലോകം മുഴുവനും ഏറ്റെടുത്ത ഒരു വിവിധ ഭാഷകളിൽ തന്നെ ഇത് പാടിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ പാടുന്നതാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ തീർച്ചയായും വോയിസ് ആ ഗാനം വെറൈറ്റി ആയിട്ട് പുതിയ ട്യൂണിൽ എങ്ങനെയാ വരുന്നതെന്ന് കേൾക്കാം. അതെ അതെ ശരി. Wow.
ശാലോൻ രവി ദ കൊയർ എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഗീത പ്രോഗ്രാം നടത്തിയതിന് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഓരോ ഇടവകയിലും എത്രയോ ഗായകരാണ് അറിയപ്പെടാതെ ഉള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരമാണ് ഇങ്ങനെ പാടാനായിട്ടുള്ള, ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ശാലോൻ രവിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും അഭിനന്ദിക്കാനായിട്ടും നന്ദി പറയാനായിട്ടും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗാനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുക ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ചർച്ച് കൊയറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ കുറവലങ്ങാട് ഇടവക മരിയൻ വോയിസ് എന്നുള്ള ഞങ്ങളുടെ കൊയർ ഗ്രൂപ്പിലൂടെ പ്രകടമാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അടുത്ത എപ്പിസോഡുകളിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമെന്ന് കരുതുകയാണ്. അപ്പം ദൈവം തന്ന കഴിവുകളെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുക. അപ്പം നമ്മൾക്ക് ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരും എപ്പിസോഡുകളിലേക്ക് കൂടി നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.